നമ്മൾ ഇതിനകത്തൊരു വ്യക്തത ഉണ്ടാവണമല്ലോ. ഈ പറയുന്ന 16, 17, 18 തീയതികളിൽ 3 ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയ മർദ്ദനമുണ്ടാകുന്നു. ആ മർദ്ദനം ഒരു പ്രത്യേക മുറിയിൽ മാത്രമായി നടക്കുന്നു. അതിനു മുമ്പ് അത് പബ്ലിക്കായി നടക്കുന്നു. പിന്നെ ആ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് തന്നെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരം മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ പറയുന്ന കുട്ടികളുടെ ഉത്തരവാദിത്വം ഉള്ള 2-3 ഉദ്യോഗസ്ഥരവിടില്ലേ? അവരെന്തുകൊണ്ടാണ് ഇതിനകത്ത് പ്രതികരിക്കപ്പെടാത്തത് ഈ നിമിഷം വരെ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ പറയുന്ന 18ഓളം മുറിവുകൾ ഈ താഴത്തിറക്കി കിടത്തിയ ബോഡിയിലുണ്ടല്ലോ. ആ ബോഡി കാണുന്ന പോലീസിന് ഇതേക്കുറിച്ച് യാതൊരു സംശയവും ഉണ്ടാവുന്നില്ല. മാത്രമല്ല പോലീസ് ബന്ധുവിനോട് പറയുന്നു, ആവർത്തിച്ച് പറയുന്നത് ആത്മഹത്യ ചെയ്യുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന മുറിവുകളാണ്. അതെ, ശരി. ഇനി അത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരം ചതവുകളും ഒടിവുകളും ഒക്കെ ഉണ്ട്. ഇപ്പം സാധാരണഗതിയിൽ പറയാറുണ്ട്, ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ അയാളുടെ ശരീരത്തിലേക്കൊക്കെ മാന്തി കീറുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളല്ലല്ലോ ഈ വന്നിരിക്കുന്നത്. വളരെ പ്രത്യക്ഷമായി തന്നെ 18ഓളം നല്ല ആഴമുള്ള മുറിവുകൾ അത് കാണുക തന്നെ ചെയ്യാം. ഇനി ഇത് പറയണ്ടേ പോലീസിനോട്? ഈ 2-3 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യം ഇങ്ങനെയാണ് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നതെന്ന് ഈ പറയുന്ന ഡീൻ പറയണ്ടേ? അല്ലെങ്കിൽ ഈ പറയുന്ന വാർഡൻ പറയണ്ടേ? 22-ാം തീയതിയാണ് എൻ്റെ മനസ്സിലാക്കലിൽ അവിടെ ഒരു യോഗം നടന്നിരിക്കുന്നത്. എന്താണ് ഫിസിക്കൽ ഹരാസ്മെൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു മിനിറ്റ്സ് തയ്യാറാക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഈ പറയുന്ന UGCയുടെ ആൻറ്റി റാഗിങ് സെല്ലിലേക്ക് ഒരു പരാതി പോയി. ആ പരാതി അയച്ചിരിക്കുന്നത് ഈ പുറത്തുനിന്നുള്ള കുട്ടികളാണ്. അവരതിനെ ഇൻഫോം ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ടേക്കൊരു ഇൻഡാസ് വരികയും ഇവിടെ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഫിസിക്കൽ ഹരാസ്മെൻറ്റ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഈ കുട്ടികൾ മാത്രമല്ല, ഈ SFIയുടെ ഈ കുട്ടികൾ മാത്രമല്ല ഇത് ചെയ്തിരിക്കുന്നത്. അവരെ കുട്ടികൾ എന്നല്ല ഞാൻ പറയുന്നത്, പിന്നെ പറഞ്ഞു പോകുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഈ കഥാപാത്രങ്ങളുണ്ടല്ലോ, ഈ കഥാപാത്രം. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ജയപ്രകാശ് അച്ഛൻ പറയുന്നുണ്ട്, ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ഡീൻ അവിടെ ചെന്നു. അതെങ്ങനെ ചെന്നതെന്നറിയാം? ആദ്യം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻ്റലിജൻസ് ഓഫീസർ അവിടെ ചെന്നിട്ട് ഈ അച്ഛനോട് ചോദിച്ചു, ഇയാൾ വരുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് പരിസരം മുഴുവൻ നിരീക്ഷിച്ചു. സാധാരണ അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് പോലീസ് അകമ്പടിയോടുകൂടിയാണ് ഈ ഡീൻ അവിടെ എത്തുന്നത്. എന്നിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് തിരിച്ചു പോയി. ഈ ഡീൻ ഈ സംഭവം നടന്നതിന് ശേഷം ഈ ഡീൻ ഇതറിയിച്ചിട്ടില്ല, ഈ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. അപ്പോൾ എന്തൊരു നിശബ്ദത, എന്തൊരു പിന്തുണ, എന്താണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? ഇവർക്ക് ഉത്തരവാദിത്തമില്ല. നമ്മളൊക്കെ ഇപ്പം നേരത്തെ നികേഷ് പറഞ്ഞ കണക്ക് നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ കോളേജിലേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിപ്പിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ചില പോസ്റ്റുകൾ അവിടെ നമ്മൾ കാണാറുണ്ടല്ലോ. ഈ ഡീൻ എന്ന് പറയുന്നത്, വാർഡൻ എന്ന് പറയുന്നത്, അസിസ്റ്റൻറ്റ് വാർഡൻ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ചിഞ്ചുറാണി പറയുന്നത് കേട്ടു ഒരു ചാനലിൽ, ഞങ്ങളിനി എല്ലാ കോളേജുകളിലും വാച്ചർമാരെ നിയമിക്കാൻ തീരുമാനിച്ചു എന്ന്. കുറേ വേക്കൻസി കിടപ്പുണ്ട്, ഞങ്ങളത് തീരുമാനിച്ചു. പിന്നെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന CCTV സ്ഥാപിക്കാൻ എന്ന് പറയുന്നു. ഇതൊക്കെ എത്ര വൈകിയുള്ള ആക്റ്റാണ്. ഇനി ചിലപ്പോൾ എല്ലായിടത്തും വാച്ചർമാർ ഉണ്ടാവണമെന്നില്ല, എല്ലായിടത്തും CCTV ഉണ്ടാവണമെന്നില്ല. അപ്പോഴും ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ ഈ സംഭവത്തിന് നിശബ്ദമായി പിന്തുണ നൽകുകയും തെളിവുകളെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഈ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഈ ഉദ്യോഗസ്ഥരാണ് ആദ്യത്തെ പ്രതികൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തടയാമായിരുന്നല്ലോ ഈ ഒരു കുട്ടി. ഇപ്പം നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ 3 ദിവസമായിട്ട് ഇത് ഒരു മുറിയിൽ രഹസ്യമായി നടന്നൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് പറയാം. വാട്ടർ ടാങ്കിന് താഴെ പരസ്യമായിട്ടിട്ട് അടിക്കുന്നു, ബെൽറ്റിനടക്കം അടിക്കുന്നു. അത് കഴിഞ്ഞ് നടുമുറ്റത്ത് കൊണ്ടുവന്നിട്ട് മർദ്ദിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തെ ഒരു മുറിയിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അവിടെ ഒരു നിരീക്ഷണത്തിലൊരാളെ നിർത്തുന്നു. എന്നിട്ട് അകത്ത് കയറി ഇഷ്ടം പോലെ മർദ്ദിക്കുന്നു. ആഹാരം കൊടുത്തിട്ട് ഒരു കുട്ടി ആഹാരം കഴിക്കുന്നില്ല എന്നുള്ളത് അറിയേണ്ടതല്ലേ ഈ പറയുന്ന ഈ മേധാവികൾ? ഇപ്പോൾ അരുൺ പറഞ്ഞ കണക്ക് 600 പേരാണ് ആകെ അവിടെ പഠിക്കുന്നത്. അതിൽ 130 പേരുടെ ഒരു കലാപരിപാടി ഇപ്പോൾ അവിടെ നടന്നത്. അതിന് ഈ പറഞ്ഞ പിന്തുണ മുഴുവൻ കൊടുത്തത് ഈ 2 പേരാണ്. നമുക്ക് മനസ്സിലാകുന്നിടത്തോളം ഈ പറയുന്ന MK നാരായണനും ഈ പറയുന്ന കലാനാഥനും ഇതിനകത്ത് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മാധ്യമപ്രവർത്തകർ ശ്രമിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? പറയേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പം എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം ഈ വെന്റിലേറ്ററിൽ തൂങ്ങിക്കിടന്ന വിദ്യാർത്ഥി ഉണ്ടല്ലോ, അത് അഴിച്ച് നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നിട്ടാണ് പോലീസ് വരുന്നത്. അപ്പോൾ സാധാരണ ഒരു അണ്ണാച്ചുള്ള ഇതാണ്, ഒരു ഡെഡ് ബോഡി തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് താഴത്തേക്ക് ഇറക്കി ഇൻക്വസ്റ്റ് തയ്യാറാക്കി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളൊരു സാഹചര്യം. ഈ FIR ഞാൻ നോക്കി കേട്ടോ. FIRൽ പറയുന്നത് 12:30-നും 1:45-നും ഇടയ്ക്ക് മരിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു ജനറൽ പബ്ലിക് എന്നാണ് ആ FIRൽ പറയുന്നത്. അയാളാണ് ഇൻഫോം ചെയ്യുന്നത്. ആ ഇൻഫോം ചെയ്തയാളുടെ പേര് കൃഷ്ണകുമാറെന്നും ശ്രീകുമാറെന്നും എങ്ങാണ്ടാണ്. ആ വിവരം അറിയുന്നത് എപ്പോഴാണെന്നറിയോ? പോലീസ് സ്റ്റേഷനിൽ, വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ 4:38-ന് 4:38-നാണ് ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയുന്നത്. അപ്പം നിരുത്തരവാദപരമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടൊന്നും തീർക്കേണ്ട കാര്യമില്ല. ഇവരെ നേരത്തെ നികേഷിൻ്റെ ചർച്ചയിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു, ഈ വയനാട്ടിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു, അതായത് SFIയുടെ യൂണിറ്റ് പരിപാടികൾ, ഇപ്പോൾ കോളേജ് ക്യാമ്പസിൽ ആർട്സ് ക്ലബിൻ്റെ പരിപാടി അല്ലെങ്കിൽ യൂണിയൻ്റെ പരിപാടി ഒരു പ്രിൻസിപ്പൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. നമ്മളൊക്കെ അങ്ങനെ യൂണിയൻ ഭാരവാഹികൾ ഇരുന്നിട്ട് ഈ പറയുന്ന ആളുകൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് എത്രയോ അധ്യാപകർ ഈ പരിപാടികൾക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടിയുടെ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയുടെ യൂണിറ്റ് പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടൊരു പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഒരു ഡീൻ പോകുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം നിന്ദ്യമായൊരു കാര്യമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരു ക്യാമ്പസിനകത്ത്. അപ്പോൾ എന്താണ് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്? അവരുടെ റോള്
കൃത്യമായി അന്വേഷിക്കപ്പെടുകയും അവർക്ക് അതിനകത്ത് പങ്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിശബ്ദ സാക്ഷികളായിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുകയും നിശബ്ദ Meet the editors.